ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1899. ഇന്ന് മാർച്ച് മാസം 13-ാം തീയതി, 72-ാമത്തെ ദിവസത്തിലെത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകൾ ഏതാണ്? അങ്ങനൊരു ചോദ്യം ക്രിസ്തുയേശു ഒരിക്കൽ നേരിട്ടിരുന്നു. അതിന് കൊടുത്ത മറുപടി നമ്മൾ ഇനിയും ഈ നോമ്പിന്റെ നാടുകളിൽ എങ്കിലും കണ്ടേ മതിയാവും, ഇനിയും കാണാതെ പോകരുത്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലാണ്. 1, നീ ദൈവത്തെ സ്നേഹിക്കാനാണ്. 2, നിന്റെ അയൽക്കാരനെ. വലിയ നോമ്പിന്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ, ഉപവാസവും നോമ്പും വ്രതവുമൊക്കെ അനുഷ്ഠിക്കുമ്പോൾ 4 തരത്തിലുള്ള ബന്ധങ്ങളെ നമ്മൾ കൃത്യമായി ചേർത്ത് പിടിച്ചേ മതിയാവും. 1 ദൈവത്തോടാണ്, 2 അയൽക്കാരനാണ്, 3 ഈ പ്രപഞ്ചത്തോട്, ഒടുവിൽ നമ്മളോട് തന്നെ. ഇതേതാണ്ട് 4 ഒരുപോലെ പാലിക്കേണ്ടതാണ്. നമ്മളെല്ലാം ഈ സൃഷ്ട പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. എപ്പോഴും നമ്മൾ മറന്നുപോയി. നമ്മളാരും ഈ ഭൂമിയുടെ അധിപന്മാരല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയെന്നേ ഉള്ളൂ. ഇവിടുത്തെ കൃഷിക്കാരും ഇവിടുത്തെ കാവൽക്കാരുമൊക്കെയാണ്. അങ്ങനെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ ആരംഭഭാഗത്തൊക്കെ പറയുന്നത്, ഏദൻ തോട്ടം കൃഷി ചെയ്യുവാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. ആ തിരുവചനം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനുള്ള സ്ഥാനം എന്താണെന്ന്, മനുഷ്യനുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യന് ഇഷ്ടം പോലെ ചൂഷണം ചെയ്യാനും നശിപ്പിക്കുവാനും കിട്ടിയിരിക്കുന്ന ഒരു വസ്തുവല്ല സത്യത്തിൽ പ്രപഞ്ചം. മനുഷ്യന്റെ നിലനിൽപ്പും സുസ്ഥിതിയും ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സന്തുലിതാവസ്ഥയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ ഇപ്പോഴും മറന്നുപോയി. ഇടയൻ ആടുകളെ എന്നതുപോലെ, കർഷകൻ കൃഷിഭൂമി എന്നതുപോലെ മനുഷ്യൻ ഈ പ്രപഞ്ചത്തോട് പ്രവർത്തിക്കേണ്ടതാണ്, ഒരുമിച്ച് വർദ്ധിക്കേണ്ടതാണ്. മക്കൾ അമ്മയെന്ന പോലെ മനുഷ്യൻ മാതൃഭൂമിയെ സ്നേഹിക്കണം, ആദരിക്കണം, അടുത്ത് വസിക്കണം. അങ്ങനെയാണ് നോമ്പിന്റെ നാളുകളിൽ ഉപവാസത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവർ പ്രപഞ്ചത്തോട് കുറെ കൂടി അവനവനെ തന്നെ ഏകീഭവിക്കേണ്ടത്. ഞാൻ ആരാണെന്നും എന്റെ ഉറവിടം എന്താണെന്നും എന്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും ഇതിലൂടെ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും, വ്യക്തത. നോമ്പ് അങ്ങനെ നമ്മളെ കുറെ കൂടി ദൈവ മനുഷ്യനാക്കി മാറ്റാനുള്ള അവസരം കൂടിയാണ്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള ദൈവ മനുഷ്യരായി മാറാനായിട്ട് കിട്ടുന്ന അവസരമാണ് നോമ്പിന്റെ ഈ വലിയ നാളുകൾ. അതിനെ അങ്ങനെ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താം, പ്രാർത്ഥനയോടുകൂടി. ആമേൻ.